നമ്മൾ പലപ്പോഴും അത്ഭുതമായി കാണുന്ന ഒരു കാര്യമാണ് ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ. പലപ്പോഴും നമ്മളിൽപ്പെട്ട പലരും അതിൽ കുടുങ്ങാറുണ്ട്. വിശ്വാസത്തിന് അപജയം കർമ്മതലങ്ങളിൽ കാണുന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ഒരവസ്ഥയിൽ മുസ്ലിമീങ്ങളെ കാണപ്പെടുന്നത്. ഇസ്ലാം കർശനമായ ഭാഷയിൽ ജ്യോത്സ്യരെ സമീപിക്കുന്ന വിഷയത്തിൽ നമുക്ക് നിരോധനം തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അതാ ഇറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഭിചാരി വിദ്യക്കാരനോ ജ്യോത്സ്യനോ ആയ ഒരു മനുഷ്യന്റെ അടുക്കൽ, ഇസ്ലാമേതര വിശ്വാസവുമായി കഴിയുന്ന അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ ഒരു മുസ്ലിം ചെല്ലുകയും അയാളോട് എന്തോ ഒരു കാര്യം ചോദിക്കുകയും ചോദിച്ച കാര്യത്തിന് ഈ ജ്യോത്സ്യൻ മറുപടി നൽകുകയും ചെയ്തു. ഫസദ്ദഖഹു, അയാൾ പറഞ്ഞത് ശരിയോട് യോജിച്ചു എന്ന് നമ്മൾ അംഗീകരിച്ചാൽ നമ്മുടെ 40 ദിവസത്തെ അമല് അള്ളാഹു സ്വീകരിക്കുന്നു. അയാൾ പറഞ്ഞത് ശരിയോട് യോജിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മളത് അംഗീകരിച്ചു. അങ്ങനെ നമ്മൾ അയാളുടെ അടുത്ത് വെറുതെ പോയി വന്നാൽ പോലും 40 ദിവസത്തെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല. നേരെ മറിച്ച് അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞതിൽ അയാൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ നമ്മൾ അംഗീകരിച്ചു പോന്നാൽ കാഫിറാകും. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ കാഹിനൻ ഔ ഇറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് പോരുകയും ചെയ്താൽ അവൻ കാഫിറാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, സ്വഹീഹ് മുസ്ലിം, അൻ മുആവിയ്യ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് ഇന്നി ഹദീസു അഹദിൻ ബിൽ ജാഹിലിയ്യതി വഖദ് ജാഅ അല്ലാഹു ബിൽ ഇസ്ലാം വ ഇന്ന മിന്നാ റിജാലൻ യഅതൂനൽ കുഹാൻ ഖാല ഫലാ തഅതിഹിം. മഹാനായ മുആവിയ്യ ഇബ്നുൽ ഹക്കം തങ്ങൾ മുസ്ലിമായ ശേഷം പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 3 ചോദ്യത്തിന് പ്രവാചകൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇനി ഹദീസു അഹദിൻ ബിൽ ജാഹിലിയ്യ, ഞാൻ ഈ അടുത്ത കാലത്തായി ഇസ്ലാമിൽ വന്നത്. ഫഖദ് ജാഅ അല്ലാഹു തആല ബിൽ ഇസ്ലാം, ഞാൻ അടുത്താണ് മുസ്ലിമായത് നബിയേ. അങ്ങയോട് ചോദിക്കാനുണ്ട് എനിക്ക്. വ ഇന്ന മിന്നാ റിജാലൻ യഅതൂനൽ കുഹാൻ, ഞങ്ങളിൽ ചില ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കാറുണ്ട് നബിയെ. എന്താ അങ്ങയുടെ അഭിപ്രായം? ഖാല റസൂലുള്ളാഹി സ്വഹാബിയോട് പറഞ്ഞു, എന്നാൽ ഫലാ തഅതിഹിം, നീ ജ്യോത്സ്യരെ സമീപിക്കരുത് മോനെ. മുസ്ലിമായ ആൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നീ ജ്യോത്സ്യരെ സമീപിക്കരുത്. ഖുൽതു, എന്റെ രണ്ടാമത്തെ ചോദ്യം, നബിയെ ഞങ്ങളിൽ ചിലര് പക്ഷി ലക്ഷണം നോക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, പക്ഷി ലക്ഷണം നോക്കുക എന്നത് തോന്നിയത് പറയലാണ്, അതിൽ സത്യമായ ഒന്നുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷി ലക്ഷണം നോക്കാ കണ്ടിട്ടില്ലേ? തത്തയെ കൊണ്ടുവരും പെട്ടിയില്. ആ തത്ത 2-3 ദിവസമായിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ചിട്ട്. പാത്രത്തിൽ എന്തോ വെച്ചു കൊടുക്കും, തിന്നാൻ കൊടുക്കണേന്ന് ഓർത്ത് ഓടി വന്ന് ഒരു കവർ കൊത്തും. കുറച്ച് കഴിയുമ്പോ തത്തയ്ക്ക് തോന്നും, ഇത് തിന്നാനുള്ളതല്ല, അത് അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ അതിൻ്റെ അകത്ത് ശിവന്റെ പടമായിരിക്കും, ശിവനും പാർവതിയും കൂടി നിൽക്കുന്നതായിരിക്കും. അപ്പൊ പറയും, നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷത്തിലാവട്ടെ എന്ന്. അങ്ങനെ എന്തിനൊക്കെ പറയും. ഈ ചോദിക്കുന്ന ആള് ചിലപ്പോ കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷി ലക്ഷണം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാ. അതിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ പക്ഷി ലക്ഷണം നോക്കുന്നവരുണ്ട്, തത്ത പറയാ, തത്ത ചെയ്യാ, ആ രീതിക്ക് ചെയ്യുന്നവരുണ്ട്. അതല്ലാത്തതുമുണ്ട്. പല വകുപ്പുകൾ അത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയും. പക്ഷി ലക്ഷണം നോക്കുന്നവരും ഞങ്ങളിലുണ്ട് നബിയെ. 1400 കൊല്ലം മുന്നേ സ്വഹാബത്ത് ഈ കാര്യം പ്രവാചകനുമായി ചർച്ച ചെയ്തതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ദാലിക ശൈഉൻ യജിദൂനഹു ഫീ സുദൂരിഹിം, മനസ്സിൽ തോന്നിയത് പറയലാണ് പക്ഷി ലക്ഷണം, അതിൽ അടിസ്ഥാനമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ മൂന്നാമത്തെ ചോദ്യം, വരച്ചു കുറിച്ച് നബിയെ കാര്യങ്ങൾ പറയുന്ന ചില ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരെ സമീപിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാന നബിയ്യും മിനൽ അംബിയാഇ യഖുത്തു ഫമൻ വാഫഖ ഖത്തഹു ഫദാലിക
വരച്ചിട്ട് പറയാറുണ്ട്. ചില കളം വരച്ചിട്ട് അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. ആ ഇസ്മുകൾ അനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെ കണക്ക് നോക്കിയിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ ചില ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നബിയെ, ഞാൻ എന്ത് വേണം? ആ സ്വഹാബിയോട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു നബിയുടെ പ്രത്യേകത, അദ്ദേഹം പ്രമാണങ്ങളുടെ കണക്കനുസരിച്ചുകൊണ്ട് വരച്ചിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിനോട് ആരെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വരയ്ക്കുന്നു, ആ സനദ് കൃത്യമാണ് എങ്കിൽ അതിൽ കുഴപ്പമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനിത് ഓർക്കുന്നത് സയ്യിദ് മുഹമ്മദ് കോയ ബാലവി SMK തങ്ങളെ അള്ളാഹു ഖബർ വെളിച്ചമാക്കട്ടെ. തങ്ങളുടെ അടുത്ത് എന്നിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ, തങ്ങളെ ഞാനൊരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചു, എന്താ അഭിപ്രായം? നമുക്കത് അള്ളാഹുവിന് വിടാം എന്ന് പറഞ്ഞിട്ട് തങ്ങളൊരു ഫാത്തിഹ ഓതിയിട്ടൊന്ന് ദുആ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തങ്ങള് വരയ്ക്കും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറെ വരച്ചിട്ട് എന്തോക്കെ ചൊല്ലിയിട്ട് ആ വര ഇങ്ങനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം കണ്ണടച്ചിരിക്കും. എന്നിട്ട് തങ്ങൾ പറയും, അതിൽ ഖൈറ് കാണുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ ആയിക്കോട്ടെ നന്നാവട്ടെ എന്ന് പറയും. വേണ്ട, പാണക്കാട് പോയിട്ടുണ്ടോ? പാണക്കാട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതും ഇതൊക്കെ തന്നെയാണ്. ഹുസൈൻ ആറ്റക്കോയ തങ്ങള് എഴുതി കൊടുത്ത ഐക്കല് ഉറുക്ക് ഉള്ള ആളുകൾക്ക് ബ്രിട്ടീഷുകാരൻ വെടിവെച്ചിട്ട് ആ വെടിയുണ്ട ഏറ്റില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ തങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോ ചില മഹാന്മാര് ഖുർആനും ഹദീസുകളും ദിക്റുകളും വെച്ചിട്ട് അത് വരച്ച് അടയാളപ്പെടുത്തി ചെയ്യുന്ന ചികിത്സകൾ ഉണ്ട്. ഞങ്ങളിൽ ചിലർ അതിന് സമീപിക്കാറുണ്ട്. ഞാൻ അതിന് പോവണോ നബിയെ എന്ന് ചോദിച്ച മുആവിയ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, അത് അമ്പിയാക്കളുടെ ചികിത്സയാണ്. ആരെങ്കിലും അതിനോട് യോജിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ തിരുമേനിനെ കാണാൻ പോകല്ല വേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ഇനി എന്തെങ്കിലും പ്രയാസം, ഒരാളെ കാണണം, സമീപിക്കണം എന്ന് തോന്നാണെങ്കിൽ ആരെയും സമീപിക്കണ്ട. ഖുർആൻ എടുത്ത് വെച്ചിട്ട് അങ്ങ് ഓതിയാൽ മതി. ശരിക്കോതണം, കരഞ്ഞോതണം. രാവിലെയും വൈകുന്നേരവും വ്യത്യാസമില്ലാതെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാം. അതിന് ഏറ്റവും നല്ലത് സൂറത്തുൽ അൻആം ഓതലാണ്. ഒരു സിഹർ സംബന്ധമായ ഒരു പ്രയാസം തോന്നുന്നുവെങ്കിൽ 41 ദിവസം സൂറത്തുൽ അൻആം ഓതണം. സൂറത്തുൽ അൻആമിൽ 5 മുബീൻ കാണാം. ഓരോ മുബീൻ വരുമ്പോഴും നമ്മൾ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഊതാം. ആ വെള്ളം നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവരും കുടിക്കാം, മുഖം കഴുകാം. അങ്ങനെ ചെയ്യാം. 41 ദിവസം മുടങ്ങാതെ ചെയ്താൽ എത്ര വലിയ കൊടിയ സിഹർ ആണെങ്കിലും ആ കുടുംബത്തിൽ നിന്നും പോകും. എത്ര വലിയ സർപ്പശല്യമാണെങ്കിലും നമ്മുടെ അൻആമിന്റെ പാരായണം അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് മഹാന്മാരായ സുഫിയാക്കൾ പഠിപ്പിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാതെ തിരുമേനിനെ കാണാനും അമ്പലത്തിലെ പൂജാരിയെ കാണാനും പോയാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് അവസ്ഥ. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ. എന്നാൽ ഇനി ജ്യോത്സ്യന്മാരും വ്യാജസിദ്ധന്മാരും പല അത്ഭുതങ്ങളും കാണിക്കാറുണ്ട്. വ്യാജസിദ്ധന്മാര് പല അത്ഭുതങ്ങൾ കാണിക്കും. പിശാചുക്കളെ അഥവാ കാഫിറുകളായ ജിന്നുകളെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മലക്കുകൾ മേഘങ്ങളിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മേഘപാളികളിൽ വെച്ച് ചർച്ച ചെയ്യുന്ന മലക്കുകളുടെ വാക്കുകൾ പിശാച് കട്ടുകേൾക്കും. പിശാച് കട്ട് കേട്ടിട്ട് അത് പൂർണ്ണമായും കേൾക്കാൻ പിശാചിന് സാധ്യമല്ല. അപ്പോഴേക്കും മലക്കുകൾ അവരെ നക്ഷത്രങ്ങളുടെ ചെങ്കോല് വെച്ച് എറിയും. ആ തീ വന്നുകൊണ്ട് ഈ പിശാചിന്റെ ശരീരത്തിൽ പതിക്കും. അപ്പോൾ മിക്കവാറും അവര് ചത്തുപോവും, മരിച്ചുപോകും ഈ പിശാചുകൾ. ചിലപ്പോഴൊക്കെ ആ ഏറ് സംഭവിക്കുന്നതിന്റെ മുന്നേ തന്നെ ജ്യോത്സ്യന്റെ ചെവിയിൽ കൊണ്ടുപോയി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ ഒന്നുകൂടി പറയാം. നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് മലക്കുകൾ അവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് ആകാശത്ത്, ഒന്നാം ആകാശത്ത് മേഘപാളികളിൽ ഇരുന്ന് സംസാരിക്കും. ഇത് ഇവിടുന്ന് പിശാച് കട്ടുകേൾക്കും. കട്ടുകേട്ടിട്ട് അത് വന്ന് ജ്യോത്സ്യന്റെ ചെവിയിൽ ഇട്ടുകൊടുക്കും. ഇങ്ങനെയാണ് ജ്യോത്സ്യന്മാര് പല പ്രവചനങ്ങളും നടത്തുന്നത് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്ക് നമുക്ക് വിശാലമായി കടന്നു വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉനാസുൻ അനിൽ ഖുഹാൻ. ഒരു സംഘം ആളുകൾ നബിയോട് ചോദിച്ചു, നബിയെ, ജ്യോത്സ്യന്മാരെ കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്?
ഹബീബ് പറഞ്ഞു, ലൈസൂ ബിശൈ, ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമല്ല, ജ്യോത്സ്യന്മാർ അത്ര വലിയ അത്ഭുതമൊന്നുമല്ല, ഒരു ഒന്നുമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലു, അപ്പോൾ ചോദ്യകർത്താക്കൾ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനം ബിശൈഇ ഫയകൂനു ഹഖ്ഖാൻ. ചില സന്ദർഭങ്ങളിൽ ജ്യോത്സ്യന്മാര് പറയുന്നത് സത്യത്തോട് യോജിച്ച് വരാറുണ്ടല്ലോ നബിയേ, അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? ഹബീബ് പറഞ്ഞു, തിൽക്കൽ കലിമതു മിനൽ ഹഖ് യഖ്തഫുൽ ജിന്നിയു ഫയുഖിറുഹാ ഫി ഉദ്നി വലിയിഹി ഫയഖ്തലിതൂന മഅഹാ മിഅത കദിബ. മുഹമ്മദ് മുസ്തഫ. ജ്യോത്സ്യൻ പറയുന്നത് പലപ്പോഴും ശരിയോട് യോജിച്ചു വരാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നബി അതെങ്ങനെയാ സംഭവിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, അത് ഹഖായ കലിമത്ത് തന്നെയാണ്. ഹബീബ് പറയാ, മലക്കുകൾ ഒന്നാം ആകാശത്ത് നിന്നും സംസാരിക്കുന്ന ഹഖായ കലിമത്തുകളെ ജിന്ന് പോയി കട്ടുകേൾക്കും. എന്നിട്ടോ ആ ജിന്നിനെ പൂജിക്കുന്ന പൂജാരിയുടെ ചെവിയിൽ ജിന്ന് കൊണ്ടുപോയി അത് സ്ഥാപിക്കും. അത് മുഴുവനും കേൾക്കാൻ ജിന്നിന് കഴിഞ്ഞിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ താൻ കേട്ട അല്പം സൂചനയായ ആ വാക്കിനോട് ജ്യോത്സ്യൻ 100 കളവും അതിന്റെ കൂടെ കലർത്തും. ആ കേട്ടതിന്റെ കൂടെ 100 കളവ് ജ്യോത്സ്യൻ ചേർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. عن عائشة رضي الله عنها قال رسول الله صلى الله عليه وسلم الملائكة تحدث في العنان بالأمر يكون في الأرض فتسمع الشياطين الكلمة. رسول الله പറയുന്നു, അല്ലാഹുവിന്റെ മലക്കുകൾ മേഘങ്ങളിലിരുന്ന് സംസാരിക്കും. ബിൽ അംരി യകൂനു ഫിൽ അർളി, ഭൂമിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, തൊട്ടടുത്ത് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മലക്കുകൾ മേഘങ്ങളിലിരുന്ന് സംസാരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഫതസ്മഉ ശയാതീനുൽ കലിമ, മേഘങ്ങളിൽ വെച്ചുകൊണ്ട് മലക്കുകൾ സംസാരിക്കുന്നത് പിശാചുകൾ കട്ടുകേൾക്കുമത്രേ. ഫതുഖിറുഹാ ഫീ ഉദ്നിൽ ഖുഹാൻ, കട്ടുകേട്ടത് ഓടിക്കൊണ്ടുവന്ന് പിശാച് തന്റെ സേവകനായ ജ്യോത്സ്യന്റെ ചെവിയിലിട്ടുകൊടുത്ത് ഉറപ്പിക്കും. എന്നിട്ടോ കമാ തുഖറുൽ ഖാറൂത്ത്, കുപ്പിക്ക് അതിന്റെ അടപ്പിട്ട് അടച്ചു പൂട്ടി വെക്കുന്ന പോലെ ജ്യോത്സ്യന്റെ ചെവിയിൽ അടച്ചു വെച്ച് ജ്യോത്സ്യന്റെ ചെവിയിൽ അത് ഇട്ടുകൊടുത്തിട്ട് അടച്ചു പിടിക്കും. എന്നിട്ടോ ഹബീബ് പറയുന്നു, പിശാച് പറഞ്ഞതിന്റെ കൂടെ ജ്യോത്സ്യൻ 100 കളവും കൂടുതൽ പറയും അതിന്റെ കൂടെ. നബിയുനാ റസൂലുള്ളാഹി, പിശാച് പറയുന്നത് മാത്രമല്ല പറയാം, അതിന്റെ ഇടയിൽ ജ്യോത്സ്യൻ ഈ വീട്ടുകാരനോട് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ആ ഉത്തരം കിട്ടുന്നതനുസരിച്ച് ഇവൻ കുറെ കൂടി പറയും. ഇത് സംബന്ധമായി ഇമാം സാവി പറയുന്നത് കേട്ടോ, ഈ പിശാച് ഇങ്ങനെ കട്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് സംബന്ധമായിട്ട് കേട്ടോ. ആദ്യ കാലങ്ങളിൽ പിശാച് ഈ മലക്കുകളുടെ ചർച്ചയെ മുഴുവൻ കേൾക്കുമായിരുന്നു, കട്ട് കേൾക്കുമായിരുന്നു. ഫലമാ വുലിദ ഈസ, ഈസാ നബി ജനിച്ചപ്പോൾ മുനിഉ മിൻ സലാസി സമാവാതി ബിഗൈരി ശുഹബ്, 3 ആകാശങ്ങളിലേക്ക് വരാൻ പാടില്ല. അതായത് 1, 2, 3 ആകാശത്തേക്ക് പിശാചിന് പ്രവേശനം ഇല്ല. ആര് ജനിച്ചത് മുതൽ? ഈസാ നബി ജനിച്ചത് മുതൽ. 4, 5, 6, 7 ആ ആകാശങ്ങളിൽ ഇബ്ലീസിനും മക്കൾക്കും പ്രവേശനമുണ്ടായി. ഈസാ നബി ജനിച്ചത് മുതൽ ഏകദേശം 2000 കൊല്ലം മുമ്പ്. ഇനി കേട്ടോ, അത് കഴിഞ്ഞിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതോടുകൂടെ മുനിഉ മിനസ് സമാവാതി കുല്ലിഹാ ബിശുഹ്ബി, എല്ലാ ആകാശത്തിൽ നിന്നും ജിന്നുകളെ താഴത്തേക്ക് ഇറക്കി. ഒരാൾക്കും ഇനി ഇത് കട്ട് കേൾക്കാൻ അങ്ങോട്ട് പോകാൻ പാടില്ല. മലക്കുകളുടെ ചർച്ച അവിടെ ഉണ്ടാവും, അത് കേൾക്കാൻ വേണ്ടി ഇവിടുന്ന് ആരും ചെല്ലാൻ പാടില്ല. ഇവിടുന്ന് ചെന്നു കഴിഞ്ഞാൽ ശുഹുബ് സവാഖിബ് കൊണ്ട് അവരെ എറിയും, ഏറ് കിട്ടും, പോകാൻ പാടില്ല. ശുഹുബ് സവാഖിബ് എന്താന്ന് പറയാം. ഹബീബായ നബി തങ്ങളുടെ ജനനത്തോടുകൂടെ ഇങ്ങനെ സംഭവിച്ചു. അവിടെ നിന്ന് ഫലമ്മ ബുഇസ, നബിയായ ശേഷം 40 വയസ്സായപ്പോ ഇസ്ദാദു തസാഖുത ശുഹുബി ഹത്താ മലഅൽ ഫിളാഉ വസാറത് ലാ തഖ്തിഉഹും ഫമുനിഉ മിന സുഊദി ബിൽ കുല്ലിയതി ലക്കിൻ മാ സാലു
യതവജ്ജഹൂന ഇല സുഊദി ഫതുആലിജുഹും ബിസ്സുഹബ. ശക്തമായ പട്ടാളക്കാരെ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവർ വരുമ്പോ അടിച്ചോടിക്കാൻ വേണ്ടി അല്ലാഹു തആല ആകാശത്തിൽ സജ്ജമാക്കി. പുണ്യ നബിക്ക് നബുവത്ത് കിട്ടിയപ്പോൾ ആരാ പട്ടാളക്കാര്? മലക്കുകളെ അല്ലാഹു ഏൽപ്പിച്ചു സുഹുബ് സവാഖിബ് വെച്ച് എറിയണമെന്ന്. സുഹുബ് സവാഖിബ് എന്ന് പറഞ്ഞാൽ ജംഉ ശിഹാബിൻ ഹുവ ശഅലുൻ മുൻഫസിലത മിൻ നാരിൽ കൗകബി. നക്ഷത്രത്തിൽ നിന്നുമുള്ള തീയാണ് ഈ ശുഹുബ്. അത് വെച്ച് എറിയും മലക്കുകൾ. അത് ചിലപ്പോൾ നക്ഷത്രം പോകുന്ന പോലെ നമുക്ക് കാണാം. നല്ല നിലാവുള്ള സമയത്ത് രാത്രി നക്ഷത്രമുള്ളപ്പോ രാത്രി ആകാശത്തേക്ക് നോക്കണം. നക്ഷത്രം നീങ്ങി പോകുന്നുണ്ടോ ആകാശത്തിൽ? അത് അനങ്ങും. അതിങ്ങനെ നീങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് സംഭവം. ചില സമയത്ത് അത് കുറച്ചും കൂടി താഴേക്ക് ഇങ്ങനെ നിന്ന് ഈ തീപ്പെട്ടിക്കൊള്ളി പോലത്തെ ഒരു സാധനം ഇങ്ങനെ പോകുന്ന കാണാം. ചിലര് പറയും അത് തെങ്ങിന്റെ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ തെങ്ങ് പോലെയുള്ള പന പോലെയുള്ള ഉയരമുള്ള വൃക്ഷങ്ങളുടെ മുകളിലൂടെ ഈ സാധനം പറന്നു കഴിഞ്ഞാൽ ആ വൃക്ഷം കരിഞ്ഞു പോകും, കേടാവും. തേര് ഊമ്പുക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഒരു നാടൻ ചൊല്ലാണത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതെന്താണ് സാധനം എന്ന് വെച്ചാൽ ഇത് ഖുർആനിലുള്ളതാണ്. ഈ നക്ഷത്രങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത തീയിന് ഒരുപാട് കെമിക്കൽ സ്വഭാവമുണ്ട്. നക്ഷത്രങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന തീയിന് ഒരുപാട് കെമിക്കൽ സ്വഭാവമുണ്ട്. ഈ സാധനത്തിൽ നിന്നും നിർഗളിക്കുന്ന വാതകം വിഷവാതകങ്ങളാണ്. ഇത് തെങ്ങ് പോലെയുള്ള വൃക്ഷങ്ങളുടെ മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ അണുപ്രസരണം കാരണം ചൂട്, അമിതമായ ചൂടാണ്. ആ ചൂട് കാരണം അതിന് കരിച്ചിൽ വരാറുണ്ട്. അങ്ങനെ തെങ്ങുകളൊക്കെ ഒരു പക്ഷെ കേടുവരുന്നത് സ്വാഭാവികം. ഇത് പോകുന്നത് ആ ജിന്നിന്റെ പുറകെയാണ്. മലക്കുകൾ ഇത് വെച്ച് എറിയുന്നുണ്ടെന്ന് ഖുർആൻ സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ മുൽക്ക് ഇതിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. നക്ഷത്രത്തിൽ നിന്നുള്ള തീ തന്നെ എടുക്കാൻ കാരണമുണ്ട്. ഇബ്ലീസിനെയും മക്കളെയും പടച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽഫഖാർ വഖലഖൽ ജാന മിൻ നാരിജിൻ മിൻ നാർ. ജിന്നുകളെ പടച്ചിരിക്കുന്നത് തീയാണ്. അത് ഏത് തീയാ? തീ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല രൂപത്തിലാ തീയുള്ളത്. ഫോസ്ഫറസ് കത്തിയാൽ തീയാണ്, ഓക്സിജൻ കത്തിയാൽ തീയാണ്, അതുപോലെ തന്നെ കാർബൺ കത്തിയാൽ തീയാണ്. ഇതൊക്കെ തീയാണെങ്കിലും ചൂടിൽ വ്യത്യാസമുണ്ട്. കാർബൺ കത്തുന്ന തീ ഭയങ്കര ചൂടാണ്. കാർബൺ കത്തുന്ന തീ നമ്മൾ കാണാറുണ്ട്. കൊല്ലന്റെ ആലയിലെ ഉലയിൽ അരിവാള് കാച്ചിക്കാൻ വെക്കുമ്പോ കരിയാണ് കത്തിക്കുന്നത്. കരി മീൻസ് കാർബൺ. കാർബൺ കത്തുമ്പോൾ ഓലച്ചോള കത്തുന്ന പോലെയല്ല. കാർബൺ കത്തിയാൽ ചൂട് കൂടുതലാ. പെട്ടെന്ന് അരിവാള് തീക്കനൽ പോലെയാവും. അതേ അരിവാള് കൊണ്ടുവന്ന് 1 മണിക്കൂർ വിളക്ക് കത്തിച്ചിട്ട് മുകളിൽ വെച്ചാ തീക്കനൽ പോലെ ആവൂല. തീ വ്യത്യാസമുണ്ട്. ഇനി അതിനപ്പുറമുള്ള ഒരു ചൂടാണ് ഹൈഡ്രജൻ, ഹീലിയമാകുന്ന കണക്ക് പോലും ശാസ്ത്രം പറയുന്നുണ്ട്. നക്ഷത്രങ്ങളിൽ ഒരു സെക്കൻഡിൽ 5660 ലക്ഷം ടൺ ഹൈഡ്രജൻ, 5600 ലക്ഷം ടൺ ഹീലിയമായി മാറുന്ന ഏറ്റവും വലിയ രാസപ്രവർത്തനം. ആ രീതിയിലുള്ള ഒരു ചൂടാണ് നക്ഷത്രങ്ങളിൽ നടക്കുന്ന തീകത്തലിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനം. ആ തീ കൊണ്ട് സാധാരണ തീയിൽ പടയ്ക്കപ്പെട്ട ഇബ്ലീസിനെ എറിയുന്നു, ജിന്നിനെ എറിയുന്നു. അത് ആ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോൾ സാരമായ പരിക്കേൽക്കുന്നു. മണ്ണിനാൽ പടച്ച നമ്മളെ, ഇഷ്ടിക മണ്ണിനാൽ പടച്ച മറ്റൊരു സാധനമാണ്. അത് വെച്ച് എറിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുവോ എന്ന പോലെ തീയിനാൽ പടച്ച ഇബ്ലീസിനെയും മക്കളെയും തീയിനാലുള്ളതായ ശുഹുബ് സവാഖിബ് വെച്ച് മലക്ക് എറിയും. മലക്കിനെ തന്നെ ഏൽപ്പിക്കാൻ കാരണമുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് മലക്കിന്റെ ഉന്നം പിഴക്കില്ല, കൃത്യമായ അടി കൊണ്ടിരിക്കും. ആ അടി കൊള്ളലോടുകൂടെ ആ ജിന്ന് പാഠം പഠിക്കും, ശരീരം പൊള്ളും. ഈ ജിന്ന് പോകുന്നത് ജ്യോത്സ്യന്റെ ഭാഗത്തേക്കാ. അപ്പോ ആ തേര് പോകുന്നത് ഒരു ആഭിചാര്യ വിദ്യക്കാരന്റെ ഭാഗത്തേക്കായിരിക്കും. ജിന്ന് അങ്ങോട്ട് ഓടുന്ന വഴി എറിയുന്ന. അത് സംബന്ധമായിട്ട് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഒരായത്തല്ല, ഒരുപാട് ആയത്തുകളുണ്ട്. സൂറത്തുൽ ജിന്നിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَأَنَّا لَمَسْنَا السَّمَاءَ فَوَجَدْنَاهَا مُلِئَتْ حَرَسًا شَدِيدًا وَشُهُبًا وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَنْ يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَصَدًا وَأَنَّا لَا نَدْرِي أَشَرٌّ نُرِيدُ بِمَنْ فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا. സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ ജിന്നിന്റെ 8, 9, 10 ആയത്തുകൾ ജിന്നുകളുടെ സംഭാഷണം അല്ലാഹു പറയുന്നു.
ജിന്നുകൾ സംസാരിച്ച സംഭാഷണത്തെ ഖുർആൻ ആയത്തുകളായി പറയുന്നു. ജിന്നുകൾ പറയാ പണ്ടൊക്കെ ഞങ്ങൾ ആകാശത്തിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ആകാശത്തേക്ക് പോകുമ്പോൾ ആകാശത്തെ നിറച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഹർസൻ, കാവൽക്കാരെ കൊണ്ട്. പിന്നെയോ ശദീദൻ, ശക്തരായ കാവൽക്കാരെ കൊണ്ട് ഇന്ന് ആകാശത്തിന് കാവൽ വെച്ചിരിക്കുന്നു, നിറച്ചിരിക്കുന്നു. കാവൽക്കാര് മാത്രമല്ല, ഞങ്ങളെ എറിയാൻ വേണ്ടി നക്ഷത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത തീയും അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായ? ഞാനത് വെറുതെ പറഞ്ഞതല്ല. സൂറത്തുൽ ജിന്നിലുണ്ട് ഇത്. ഇന്ന് ഞങ്ങളിൽ ആരെങ്കിലും അത് കട്ടുകേൾക്കാൻ പണ്ട് പോയ പോലെ പോയിക്കഴിഞ്ഞാൽ, വീണ്ടും അല്ലാഹു പറയുന്നു ജിന്നുകളുടെ സംഭാഷണം, പണ്ടൊക്കെ ഞങ്ങൾക്ക് അവിടെ ചെന്നാൽ ഇരിക്കാൻ ഇന്ന ആൾക്ക് ഇന്ന ഇരിപ്പിടം എന്ന പോലെ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരെങ്കിലും അത് കേൾക്കാൻ വേണ്ടിയിട്ട് മലക്കുകളുടെ സംഭാഷണം കേൾക്കാൻ ഇന്ന് ഏതെങ്കിലും ഒരു ജിന്ന് ആകാശത്തേക്ക് പറന്നു കഴിഞ്ഞാൽ ആ ചൊല്ലുന്ന ജിന്നിന് ഉന്നം പിഴയ്ക്കാത്ത ഷിഹാബ് സ്പർശിക്കുമത്രേ. ഷിഹാബ് നക്ഷത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത റസ്വദൻ, മലക്ക് അത് എറിയുമ്പോ ഉന്നം പിഴക്കില്ലെന്ന് ഖുർആൻ. അങ്ങനത്തെ കാവൽക്കാർ, അല്ലാതെ നമ്മൾ കണ്ട കാവൽക്കാർ ATM-ന്റെ മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയാ. മൂപ്പരുടെ കാവലും അത് വെറുതെ കിടക്കലും രണ്ടും ഒരുപോലെയാ. ആ കാവലല്ല. മലക്കുകൾ ഊണില്ല, ഉറക്കമില്ല, ക്ഷീണമില്ല, ഒരു കൊട്ടുവായ പോലുമില്ല, കണ്ണുപോലും ചിമ്മാത്ത മലക്കുകൾ കാവൽ നിൽക്കുന്നു. ശക്തിയിലും കഴിവിലും ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് മലക്ക്, രണ്ടാമത് ജിന്ന്, മൂന്നാമത് മനുഷ്യൻ. ഇനി മനുഷ്യൻ നന്നായാലോ ജിന്നിനേക്കാളല്ല നന്നാവുന്നത്, മലക്കിനേക്കാളും നന്നാവും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്നിട്ടോ ജിന്ന് പറയാണ്, ജിന്ന് പറയുന്നു, ഞങ്ങൾക്ക് അറിയില്ല, മലക്ക് ആകാശത്ത് വെച്ച് ചർച്ച ചെയ്ത കാര്യത്തിൽ ഭൂമിയിലുള്ള മനുഷ്യനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ആ മനുഷ്യന്റെ കാര്യത്തിൽ മലക്കുകൾ അവിടെ ചർച്ച ചെയ്ത കാര്യത്തിൽ ശർറാണോ അം അറാദ ബിഹിം റബ്ബുഹും റസദാ, ആ ചർച്ച ചെയ്ത കാര്യം ഈ ഭൂമിയിലെ മനുഷ്യന് സംഭവിക്കാനുള്ള ഖൈറാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. കേട്ടത് അങ്ങനെ വന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ഷർറും ഖൈറും തീരുമാനിച്ച് വക തിരിച്ച് അത് സംസാരിക്കുന്ന ആള് ജ്യോത്സ്യനാണ്. ഇത് ഖുർആൻ. ഈ അർത്ഥത്തിൽ പിശാചിനെ ആവാഹിച്ച പലരും പല കാലങ്ങളിലുമുണ്ട്. എന്താ കാരണം? ഒരാളുടെ സ്വപ്നം നിയന്ത്രിക്കാൻ പിശാചിന് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിശാചിലൂടെ ഒരാളുടെ സ്വപ്നത്തിലെത്താൻ നമുക്ക് കഴിയും. എന്താ കാരണം? ഹബീബ് പഠിപ്പിച്ചല്ലോ. അർറുഇയ സ്വാലിഹത്തു സ്വഹീഹുൽ ബുഖാരി. അർറുഇയ സ്വാലിഹത്തു മിനല്ലാഹി വൽ ഹുൽമു മിനശ് ശൈത്വാൻ. പേക്കിനാക്കൾ കാണിക്കാൻ പിശാചിന് കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരാൾ സ്വപ്നം കാണുന്നപ്പോഴാണ് അവന്റെ രക്തസഞ്ചാരം അവന്റെ സ്വപ്നത്തെ നിയന്ത്രിക്കുന്നു എന്ന് ആധുനിക സയൻസ് പറയുന്നു. സ്വപ്നം, നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു മുഅ്മിനായ മനുഷ്യന് ലഭിക്കുന്ന വഹിയിന്റെ അംശമാണ് എങ്കിൽ, ചില ചീത്ത സ്വപ്നങ്ങളുണ്ട്, നമ്മളെ കുഫറിലേക്ക് എത്തിക്കുന്ന സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾക്ക് പിശാചിന് സ്വാധീനമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സംബന്ധമായി ബുഖാരിയുടെ ക്ലാസ്സിൽ ഈ ഹദീസ് പഠിപ്പിച്ചു തരുമ്പോ മഹാനായ കാളമ്പാടി ഉസ്താദ് ഇത് സംബന്ധമായിട്ടുള്ള ഒരു വലിയ വ്യാഖ്യാനം തന്നെ. സ്വപ്നത്തിൽ, ഒരാളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. സ്വപ്നം പിശാചിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ടല്ലേ ഹബീബ് പഠിപ്പിച്ചത്, നിങ്ങളിൽ ആരെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടുപോയാൽ
അവന്റെ ഇടത് വശത്തേക്ക് അവൻ തുപ്പട്ടെ. പടച്ച റബ്ബിനോട് ആ സ്വപ്നത്തിന്റെ ഷർറിനെ തൊട്ട് കാവൽ തേടട്ടെ. മുഹമ്മദ് മുസ്തഫ 3 വട്ടം അഊദു ചൊല്ലണം. ഇടത് വശത്തേക്ക് തുപ്പണം. ജ്യോത്സ്യന്മാരിങ്ങനെയാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, പ്രവാചകത്വം വാദിച്ചു വന്ന വ്യാജസിദ്ധനായ ജൂതബാലൻ നബിയുടെ കാലത്ത് വന്നിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ വിശാലമായി കാണാം. സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ജൂതബാലന് ഇങ്ങനെ പലതും പറയാൻ കഴിയുന്നുണ്ട്, അത്ഭുതങ്ങൾ. അവന്റെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ മനസ്സിലുള്ളത് പറയും. എന്നാൽ ഇതിന്റെ മറുവശത്ത് മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് പല സ്വപ്നങ്ങളും പല അത്ഭുതങ്ങളും പ്രവചിക്കാൻ കഴിയും. പല ലക്ഷണങ്ങളും പറയാൻ മഹാന്മാർക്ക് കഴിയും. ജനങ്ങളെ കണ്ടാൽ പറയാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ഉമർ ഇൻതലഖ ഫീ റഹത്തിൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയുടെ ഹദീസാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ കൂടെ, നബിതങ്ങളുടെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോയി. ഖിബല ബിൻ സയ്യാദ്, ഇബ്നു സയ്യാദ് എന്ന പേരുള്ള ഒരു ജൂത ബാലൻ ഉണ്ടായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ സംസാരിക്കുന്ന കുട്ടി. ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മറ്റു സഹാബത്തും നബിയുടെ കൂടെ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സംഭവം പറയാണ്. ഹത്താ വജദഹു യൽഅബു മഅൽ ഗുൽമാനി ഇൻദ ഉത്മി ബനി മഗാല. ബനു മഗാല ഗോത്രക്കാരുടെ കൊട്ടാരത്തിന്റെ സമീപത്ത് വെച്ച് കുട്ടികളുടെ കൂടെ, സാധാരണയുള്ള മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു സാധാരണ ബാലനായി ഇബ്നു സയ്യാദ് എന്ന പേരുള്ള ഈ ജൂതബാലനെ നബിയും സഹാബത്തും കണ്ടുമുട്ടി. അന്ന് ഈ ജൂതബാലനെ കാണുമ്പോൾ വഖദ് ഖാറബ യൗമയിദിൻ ഇബ്നു സയ്യാദ് യഹ്തലിമു. ഏകദേശം ഒരു ആൺകുട്ടി പ്രായപൂർത്തിയാവാൻ ഉള്ള അവന്റെ പ്രായം എത്രയോ അതിനോടടുത്ത പ്രായം, ഏകദേശം ഒരു 10-12-13 വയസ്സ് തോന്നിക്കുന്ന ഒരു ശാരീരിക പ്രകൃതമാണ് ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഈ അത്ഭുത ബാലനിൽ കണ്ടത്. ഇബ്നു സയ്യാദ് ആവട്ടെ ഈ കുട്ടികളുടെ ഇടയിൽ കളിക്കുമ്പോഴും ഈ അത്ഭുത ബാലൻ എന്ന് പറയപ്പെടുന്ന ഈ വ്യാജൻ വലം യസ്അർ ബിശൈഇൻ ഹത്താ നറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറഹു ബിയദിഹി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പരീക്ഷിക്കാൻ വരുന്നു എന്ന വിവരം അവൻ ഒരു വ്യാജനല്ലായിരുന്നുവെങ്കിൽ അവനെ നേരത്തെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടടുത്ത് എത്തി പുറത്ത് കൈ വെച്ചപ്പോഴാണ് അവൻ അറിയുന്നത്. അവനെ പരീക്ഷിക്കാൻ എത്തിയ നബിയെ പോലും അവൻ തിരിച്ചറിഞ്ഞത്. ഹബീബായ പ്രവാചകന മനുഷ്യനോട് ആ കുട്ടിയോട് ചോദിച്ചു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷിയാകുന്നുവോ? ഫന്നളറ ഇലൈഹി ഇബ്നു സയ്യാദ്. ഇബ്നു സയ്യാദ് എന്ന ജൂതബാലൻ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, അന്നക റസൂലുൽ ഉമ്മീൻ. അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കില്ല, പക്ഷേ അറബികൾക്ക് മാത്രമുള്ള റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കും. കുറച്ച് അറബികളുടെ കൂട്ടത്തിൽ ഒരു നേതാവ്, അത്രേ ഞാൻ അംഗീകരിക്കൂ. ധാർഷ്ട്യത്തിന്റെ വർത്തമാനം, തണ്ടിന്റെ വർത്തമാനം, അഹങ്കാരത്തിന്റെ പ്രതിധ്വനിയായ അയാളുടെ പ്രതികരണം. ഇബ്നു സയ്യാദ് നബിയോട് തിരിച്ചു ചോദിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് താങ്കൾ സാക്ഷിയാകുന്നുവോ? ഒരു 10-13 വയസ്സുള്ള ചെറുക്കൻ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ വന്നു നിൽക്കുമ്പോഴും ഇങ്ങനെ വർത്തമാനം പറയുന്നത് കണ്ട് സ്വഹാബത്തിന്റെ ക്ഷമയെ അവർ പിടിച്ചു നിർത്തുകയാണ്. ഹബീബ് അവനോട് ശാന്തമായി പ്രതികരിച്ചു, ആമന്തു ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ എല്ലാ റസൂലുമാരെയും ഞാൻ വിശ്വസിക്കുന്നു. അതിലെന്തായാലും നീയില്ലല്ലോ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ യഥാർത്ഥ പ്രവാചകന്മാരെ മുഴുവനും വിശ്വസിക്കുന്നവനാ ഞാൻ. ഹബീബായ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, ഇബ്നു സയ്യാദേ മാദാ തറ, എന്താ നിന്റെ ഉദ്ദേശം? ഇബ്നു സയ്യാദ് പറഞ്ഞു, യതീനി സാദിഖുൻ വകാദിബ്. എന്റെ അടുക്കൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്, അതിൽ നല്ലവരും വരാറുണ്ട്, മോശക്കാരും വന്നു പോവാറുണ്ട്. അപ്പൊ നബിയോടത് പറയണമെങ്കിൽ നബി വന്നത് ഒരു ദുരുദ്ദേശ പ്രകാരമാണ്, അല്ലെങ്കിൽ ഒരു മോശക്കാരനാണ് എന്ന നിലക്കാണ് നബിയോട് പറയുന്നത്. എന്റെ അടുത്ത് ധാരാളം ആളുകൾ വരാറുണ്ട്, നല്ലവരും വരാറുണ്ട്, മോശക്കാരും വരാറുണ്ട്. നബിയെ ഇഷ്ടപ്പെടാത്ത പോലെ അവൻ അങ്ങനെ പറഞ്ഞു.
ഹബീബായ പ്രവാചകൻ പറഞ്ഞു, മോനെ, നിനക്കൊന്നും അറിയില്ല, എന്തൊക്കെയോ നിനക്ക് ചില തോന്നലുകൾ സംഭവിക്കലാണ്. ഞാൻ നിന്റെ മുന്നിൽ പറയാത്ത ഒരു രഹസ്യം എന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിനക്കത് പറയാൻ കഴിയുമോ? എന്റെ മനസ്സിൽ ഒരു രഹസ്യമുണ്ട്. നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ആ രഹസ്യം പറയാൻ നിനക്ക് കഴിയുമോ? ഹബീബ മനുഷ്യനോട് ചോദിക്കാണ്, കുട്ടിയോട് ചോദിക്കാണ്. ഇബ്നു സയ്യാദ് പറയാൻ തുടങ്ങി നബിയുടെ മനസ്സിലുള്ള ആ രഹസ്യത്തെ. ഇബ്നു സയ്യാദ് പറയുന്നു, ദുഹ് ദുഹ് ദുഹ്, രണ്ടക്ഷരം ദുഹ് ദുഹ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹബീബ് പറഞ്ഞു, നീ അടങ്ങടാ, നീ നിസ്സാരമാവടാ, നിന്നെ കൊണ്ട് പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം നീ പിശാചിനെ സ്വാധീനിച്ചത് കൊണ്ട് നിനക്ക് അത്രയേ പറയാൻ കഴിയൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പിശാചുക്കൾ കട്ട് കേൾക്കാം, മലക്കുകൾ പറയുന്നത് അത് പൂർണ്ണമായും കേൾക്കുന്നില്ല, ഒരല്പ കേൾക്കുന്നുള്ളൂ. അത് കൊണ്ടുവന്ന് ഈ വ്യാജ സിദ്ധന്റെയും ജ്യോത്സ്യന്റെയും ചെവിയിലിട്ട് കൊടുക്കും. അതിന്റെ കൂടെ മൂപ്പരുടെ വകാട് കൂട്ടി ചേർക്കാ ചെയ്യുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു സയ്യാദിനെ കാണാൻ പോകാൻ നേരത്ത് സൂറത്ത് ദുഹാൻ ഓതിയിട്ടാ പോയത്. മനസ്സിൽ സൂറത്ത് ദുഹാനാ ഇപ്പോൾ ഉള്ളത്. ദുഹാൻ എന്ന് പറയാൻ അവന് കിട്ടുന്നില്ല. ദുഹ് ദുഹ് അവിടെ വരെ എത്തുന്നു, ബാക്കി പൂർത്തീകരിക്കാൻ കിട്ടുന്നില്ല. നേരെ മറിച്ച് ഒരു നാടൻ സംഭവമാണ് എങ്കിൽ, ഒരു സാധാരണ സംഭവമാണ് മനസ്സിലുള്ളത് എങ്കിൽ അത് പറഞ്ഞു പൂർത്തീകരിക്കാനും പറഞ്ഞു ഒപ്പിക്കാനും പറ്റും. ഖുർആൻ ആയതുകൊണ്ട് അതിലേക്ക് വല്ലാതെ ആശയം പൂർത്തീകരിക്കാൻ ഇബ്നു സയ്യാദ് എന്ന ജൂതന് കഴിയുന്നില്ല. ഹബീബായ പ്രവാചകൻ മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് വരാൻ നിനക്കൊരിക്കലും കഴിയില്ല. പിശാചിന്റെ സ്വാധീനത്തിന് ഒരു പരിധിയുണ്ട്, അതിന്റെ അപ്പുറം കടന്നുകൊണ്ട് ആത്മീയത വിളമ്പാനൊന്നും നിനക്ക് കഴിയില്ല. നിന്റെ അത്ഭുതങ്ങൾക്കൊരു പരിധിയുണ്ട്. വ്യാജനാണെന്നും അവന്റെ വ്യാജത്തരം പുറത്താവുകയും ചെയ്ത് സ്വഹാബത്തിന് ഇത് ബോധ്യപ്പെടുമ്പോൾ മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് ചേർന്ന് നിന്ന് എന്നിട്ട് പറഞ്ഞു, ഇദല്ലി ഫീഹി അൽരിബുൽ നഖഹു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങ് സമ്മതം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ഈ വാള് വെച്ചിട്ട് ഞാൻ അവന്റെ കഴുത്ത് വെട്ടട്ടെ നബിയെ, അങ്ങൊന്ന് സമ്മതിച്ചാൽ. ഹബീബ് പറഞ്ഞു, അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇൻ യകുൻ ഹുവ ഇബ്നു സയ്യാദ് എങ്ങാനും ദജ്ജാലാണ് എങ്കിൽ, അതിന് മനസ്സിലാക്കാം എല്ലാ കാലഘട്ടത്തിലും ആരെ പ്രതീക്ഷിക്കാം? ദജ്ജാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം നബിയുനാ റസൂലുള്ളാഹി. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരലാണ് ഒന്നാമത്തെ അടയാളതാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വരേണ്ട ദജ്ജാലെങ്ങാനും ഇവനാണ് എങ്കിൽ, ഉമറേ, നിന്നെ ആ പണി ഏൽപ്പിച്ചിട്ടില്ല. ദജ്ജാലിനെ കൊല്ലുന്ന പണി അത് ആരെ ഏൽപ്പിച്ചതാണ്? ഈസാ നബിക്കുള്ള പണിയാണ്. അതുകൊണ്ട് നീ കൊല്ലേണ്ടതില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി ഫലൻ തുസല്ലത അലൈഹി വഇല്ലം യകുൻ ഹുവ ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി. നീ അതല്ല, ഇവൻ ദജ്ജാൽ അല്ലെങ്കിലും നീ കൊല്ലണ്ട. കാരണം ഇവനെ കൊന്നതുകൊണ്ടൊരു പ്രത്യേക ഖൈർ ഇവിടെ വരാനില്ല. അവനെ വിശ്വസിക്കുകയും അവന്റെ പിന്നിൽ കൂടുകയും ചെയ്ത് അവന്റെ ആഭിചാര വിദ്യകളിലും അവന്റെ ജ്യോത്സ്യപ്പണിയിലും അവന്റെ കൂടെ കൂടിയ ജനങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവനെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഇവനെ കൊല്ലുന്നതിലൊരു പ്രത്യേക നേട്ടമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ്. അപ്പൊ വ്യാജസിദ്ധന്മാര് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. വ്യാജസിദ്ധന്മാര് ചിലര് സ്വപ്നം നിയന്ത്രിക്കാറുണ്ട്, സ്വപ്നത്തിൽ വരാറുണ്ട്. ചില ഷെയ്ഖന്മാർ അങ്ങനെയാണ്, ചില സിദ്ധന്മാർ അങ്ങനെയാണ്. ചില തിരുമേനിമാർ അവരുടെ പ്രവർത്തനങ്ങളിൽ സ്വപ്നത്തിൽ വരെ നിയന്ത്രിക്കുന്നതായി പലയിടത്തും വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യും, നമ്മളെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കും, നമ്മളെ കൊണ്ട് പാപങ്ങൾ ചെയ്യിക്കും. ഷെയ്ഖ് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞതല്ല, അത് തെറ്റല്ല എന്ന് പറയും. ഇങ്ങനെ സ്വപ്നത്തിലൂടെ പിശാചിനെ സ്വാധീനിച്ചാൽ വ്യാജന്മാരായ ഷെയ്ഖ്മാർക്കും വ്യാജ സിദ്ധന്മാർക്കും വ്യാജ ജ്യോത്സ്യന്മാർക്കും ഒക്കെ സ്വപ്നത്തിലെത്താൻ കഴിയും. അങ്ങനെയുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവവും കഴിവും പിശാച് മുഖേന അവർ നേടിയെടുക്കാറുണ്ട്. അള്ളാഹു അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ആ ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നതിനേക്കാളും നല്ല നിലക്ക് ജീവിച്ച് ജീവിതം പടച്ചവന്റെ പൊരുത്തത്തിലെത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
ഇതെങ്ങനെ സംഭവിക്കുന്നു? പുന്നാര നബി തങ്ങൾ പറഞ്ഞല്ലോ. ഇമാം ബുഖാരി സ്വഹീഹുൽ ഉദ്ധരിക്കുന്നു, അബൂ ഖത്താദ തങ്ങളെ തൊട്ട് നിവേദനം, ഖാല റസൂലുള്ളാഹി അർറുഇയസ് സാലിഹത്തു മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ വരാറുണ്ട്, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള വഹയിന്റെ സൂചനയായ വഹയിന്റെ 46 ഒരു അംശമാണ് ഒരു സത്യവിശ്വാസിയുടെ ശുഭ സ്വപ്നമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാലോ വ്യാജ സ്വപ്നങ്ങളും പേക്കിനാക്കളും പിശാചിന്റെ അധീനതയിൽ അല്ലാഹു പിശാചിനെ ഏൽപ്പിച്ചിരിക്കുന്ന, പിശാചിന് കൊടുത്തിരിക്കുന്ന ഒരു കഴിവ് മുഖേനയാണ് വൽ ഹുൽമു മിനശ് ശൈത്താൻ മുഹമ്മദ് മുസ്തഫ. പിശാച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ഉറങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞാൽ മൂക്ക് ചീറ്റാം. പിശാച് തരിമൂക്കിൽ കയറിയിരിക്കല്ലേ. അത് പല അലർജി രോഗങ്ങൾക്കും പ്രതിവിധിയും പരിഹാരവുമാണ്. ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവൻ അൽഹംദുലില്ലാ പറഞ്ഞ് എഴുന്നേറ്റ് വരണം. ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവൻ അൽഹംദുലില്ലാ പറഞ്ഞു വരണം. പിന്നെ അവന്റെ 2 കൈ കഴുകണം, 2 മുൻകൈ. കാരണം ഇന്നലെ രാത്രി അവന്റെ കൈ എവിടേക്കായിരുന്നു എന്ന് അവനറിയില്ല. അതുകൊണ്ട് കൈ കഴുകൽ സുന്നത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 2 കൈ 3 പ്രാവശ്യം കഴുകണം. അൽഹംദുലില്ലാ, അത് ചെയ്യണം, സുന്നത്താണ്. പിന്നെ മൂക്ക് ചീറ്റണം, മൂക്ക് ചീറ്റണം, പിഴിയണം 3 വട്ടം. ഹബീബ് പഠിപ്പിച്ച സുന്നത്താണിത്. അതിന് ആധുനിക സയൻസ് പലതും പറയുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ഡോക്ടർമാരും പറയുന്നുണ്ട് നമ്മുടെ തലയണയുടെ അകത്ത് പല രോഗാണുക്കളും വൈറസുകളും ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും അതിൽ നിന്നും ഒരു ചെറിയ വായുമർദ്ദം കൊണ്ട് അത് മുകളിലേക്ക് ഉയരുകയും ആദ്യം തന്നെ നമ്മുടെ മൂക്കത് വലിച്ചെടുക്കുകയും ചെയ്യുക വഴി ആ കെട്ടിക്കിടക്കുന്ന മാലിന്യമായ പൊടിപടലം അല്ലെങ്കിൽ ആ വൈറസുകൾ, രോഗാണുക്കൾ നമ്മുടെ മൂക്കിൽ കയറി പറ്റുന്നു. അതുകൊണ്ട് ഉണരുന്ന നേരത്ത് മൂക്ക് ക്ലീൻ ചെയ്യൽ നല്ലതാണ് എന്ന് ഇന്നത്തെ പല ഡോക്ടർമാരും പറയുന്നതായി പലപ്പോഴും നമുക്ക് കാണാനും വായിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഹദീസിലുണ്ട് മൂക്കില് ശൈത്താനുണ്ടെന്ന്. അത് അങ്ങനെയാണ് ചിന്തിച്ചാലും ഈ ആധുനിക സയൻസ് പറഞ്ഞ ആരോഗ്യ പ്രശ്നത്തിലും ആ പരിഹാരത്തിലും ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് അത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇദസ്തൈഖല അഹദുകും മിൻ മനാമിഹി, നിങ്ങളിൽ ഓരോരുത്തരും അവരുടെ ഉറക്കിൽ നിന്നും ഉണർന്നു വരുമ്പോൾ അവന്റെ 2 കൈയും വായും കഴുകട്ടെ. 2 കൈയും വായും മുഖമൊക്കെ അങ്ങോട്ട് കഴുകുക. വുളു ചെയ്യട്ടെ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞ അറ്റ്ലീസ്റ്റ് കയ്യും വായൊക്കെ ഒന്ന് കഴുകിയിരിക്കണം. പ്രത്യേകം പറഞ്ഞു 3 വട്ടം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറങ്ങി എണീറ്റ് ആദ്യത്തെ പരിപാടി അതായിരിക്കണം. പിന്നെ പറഞ്ഞു ഇന്നലെ രാത്രി അവന്റെ തരിമൂക്കിൽ പിശാച് അന്തി ഉറങ്ങി. ഇന്നലെ രാത്രി അവന്റെ മൂക്കിൽ പിശാച് അന്തി ഉറങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ദ്വാരം പോലെ സങ്കല്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ, അതൊരു പാത്രമാണെങ്കിൽ പോലും അതിന്റെ വായവട്ടം കഴിഞ്ഞാൽ താഴേക്ക് ദ്വാരമാണ്, കുഴിയാണ്, മാളമാണ്. അതിന്റെ അകത്ത് ഈ പിശാച് കയറിയിരിക്കുന്ന സ്വഭാവമുണ്ട്. മാളത്തിൽ മൂത്രമൊഴിക്കരുതെന്ന് പറഞ്ഞു. മാളത്തിൽ പിശാച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ വാസസ്ഥലമാണ് മാളം. പൊത്ത് ഒരു ദ്വാരമാണ് അവിടെ. മനുഷ്യ ശരീരത്തിലാണെങ്കിലും ദ്വാരം തുറക്കുന്ന സമയത്ത് പിശാച് ശരീരത്തിന്റെ അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദ്വാരം തുറക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ദിക്റുകൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും ഇല്ലാത്തയില്ല. ഉദാഹരണം കോട്ടുവ ഇടുമ്പോ കഴിയുന്നതും കട്ടിച്ചു പിടിക്കണം. അപ്പൊ മുഖമൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും. കോട്ടുവ അങ്ങനെ വരുമ്പോ കടിച്ചങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അലോമണിയ പാത്രത്തിന് ഏറുകൊണ്ട ചളങ്ങിയിരിക്കണം, അതിലേക്ക് ഇരിക്കും. അതാ കുഴപ്പമില്ല, എന്നാൽ അങ്ങനെ പിടിച്ചോളണം. ഇനി ഒരാൾക്ക് കോട്ടുവ വന്നു കഴിഞ്ഞാൽ അവൻ കഴിയുന്നതും, ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, കഴിയുന്നതും കടിച്ചു പിടിക്കാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഒരു ശബ്ദം കേൾപ്പിക്കും, അല്ലേ? അത് ചെയ്യരുതെന്ന് മുഹമ്മദ് മുസ്തഫ. പിശാച് ചിരിക്കുകയാ അത് കാണുമ്പോൾ. പിശാച് പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാ. ആ ശബ്ദം പുറപ്പെടുവിക്കൽ പോലും പിശാചിന് സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
കോട്ടുവായിടാതെ പരമാവധി പരിശ്രമിച്ച് പിടിച്ചു നിന്നിട്ട് ആ ഒരു എന്താ പറയാ കോട്ടുവായിടാനുള്ള ഒരു തോന്നലും അതിനുവേണ്ടി നമ്മുടെ ശരീരം ഇണങ്ങി വന്ന ആ സ്വഭാവവും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു അഊദ് ചൊല്ലണം. കാരണം ദ്വാരം വഴി പിശാച് കയറും. മുഹമ്മദ് മുസ്തഫ ഇമാം അബൂ ദാവൂദ് സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിന്റെ അടുത്ത ദ്വാരം നോക്ക്. മൂക്ക് കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിന്റെ അടുത്ത ദ്വാരമാണ് ചെവി. ഫത്ഹുൽ ബാരിയിൽ ഒരു ഹദീസുണ്ട്. സുബഹി നിസ്കരിക്കാതെ കിടക്കുന്നവന്റെ ചെവിയിലാണ് ഇബ്ലീസ് മൂത്രമൊഴിക്കാൻ നബിയുനാ റസൂലുള്ളാഹി. ഓളു എടുക്കുമ്പോ ചെവി തടവുന്നതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഒരു പൈശാചിക പ്രതിരോധം അവിടെയുണ്ട്. നീ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവിടെ പൂർത്തീകരിച്ച് പറയണ്ട. അത് കറാഹത്താണെന്ന് ഖൽയൂബി രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഇനി പിന്നെയും കാണാം ലൈംഗിക വീഴ്ചകൾ. ശാരീരിക ബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ശരീരത്തിന്റെ ഗുഹ്യഭാഗത്തെ ദ്വാരവും തുറന്നു വരുന്നു. ഇന്ദ്രിയ നിർഗളനത്തിന്റെ നേരത്തും ശാരീരിക വീഴ്ചയുടെ എല്ലാ സമയങ്ങളിലും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെയും നമുക്ക് ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബിശ് ശൈത്വാന മാ റസഖതനാ എന്ന ദിക്റും അവിടെയും സുന്നത്താണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ദിക്റുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ദ്വാരം തുറക്കുന്നിടത്ത് ഒക്കെ ഇസ്ലാം അവിടെയെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ആഭിചാര വിദ്യക്കാരും ജ്യോത്സ്യന്മാരും ചെയ്യുന്ന സിഹർ ലോകത്ത് സംഭവിക്കുന്നത് പിശാചിനെ കൊണ്ടാണ്. സിഹർ എന്നത് ഖുർആൻ പറഞ്ഞതാണ്. സിഹർ ഉണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സിഹർ ചെയ്തവനുള്ള ശിക്ഷ പോലും പറഞ്ഞിട്ടുണ്ട്. വാളുകൊണ്ട് അവന്റെ കഴുത്ത് വെട്ടലാണ്. ഒരാള് സിഹർ ചെയ്താൽ ഈ സിഹർ എങ്ങനെയാ ലോകത്ത് സംഭവിക്കാം? സിഹർ ലോകത്ത് സംഭവിക്കുന്നത് പിശാചുകൾ, ചീത്ത ജിന്നുകളെ കൊണ്ടാണ് ആ സംഭവം അവിടെ ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നല്ല ഇബാദത്തുള്ള മനുഷ്യന്റെ ഇബാദത്ത് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ട് അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയും. അത് ഏതറ്റം വരെ പോയി എന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചു എന്നാണ് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. എങ്ങനെയാണ് സിഹർ ലോകത്ത് സംഭവിക്കാം? പിശാചുക്കൾ മുഖേന ഈ ജ്യോത്സ്യന്മാരും ഈ ആഭിചാരി വിദ്യക്കാരും ഈ മന്ത്രവാദികളും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുകളെ, ചീത്ത ജിന്നുകളെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് വഴിപാടുകളും നടത്തിക്കൊണ്ട് അവരെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സിഹർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഷിർക്കിന്റെ ഒരു വേറെ ഭാഗമാണ്. ഷിർക്കും സിഹറും പരസ്പര പൂരകങ്ങളാ. അല്ലാഹു പൊറുക്കാത്തവൻ പാപമാ ഒരാള് മറ്റൊരാൾക്ക് സിഹർ ചെയ്യൽ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇനി ആർക്കെങ്കിലും ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ട്, എനിക്കും എന്റെ കുടുംബത്തിനും സിഹർ ബാധിച്ചു എന്ന തോന്നലുണ്ട് എങ്കിൽ ചില മരുന്നുകൾ പറഞ്ഞു തരാം. ഒന്ന്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ഒരെണ്ണം വെക്ക്. ഡെയിലി ഒരു 500 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും 500 ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിക്കോളാം. അത് ഓതാ. പറ്റുമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഓതി ഊതാ. ആ വെള്ളം കുടിക്കുകയും ശുദ്ധിയുള്ള ഭാഗത്ത് വെച്ച് കുളിക്കുകയും ചെയ്യാം. കുളിയൊക്കെ കഴിഞ്ഞ് ശരീരം വൃത്തിയായ ശേഷം നജസില്ലാത്തോടത്തിലേക്ക് ഈ ഖുർആൻ ഓതിയ വെള്ളം ശരീരത്തിലൂടെ ഒഴിക്കാം. ഒരു 41 ദിവസം അങ്ങനെ ചെയ്യാം. സിഹർ മാറി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സിഹർ മാറണമെന്ന നിയ്യത്തിലൂടെ തന്നെ ചെയ്യണം.
മഹാനായ അയലക്കാട് സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പ്രധാന ശിഷ്യനും അവിടുത്തെ മുരീദും ഷംസുൽ ഉലമയുടെ കാലക്കാരനുമായ മഹാനായ പൊന്നാട് ബാപ്പു ഉസ്താദ്, അള്ളാഹു ഖബർ വെളിച്ചമാക്കട്ടെ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉസ്താദ് അവറുകളുമായി നല്ല ബന്ധം ഒരു സമയത്തുണ്ടായിരുന്നു. ഉസ്താദ് അവറുകൾ പറഞ്ഞു തന്ന ഒരു മരുന്ന് സിഹർ ബാധിതർക്ക് ഏറ്റവും നല്ല ഒരു പ്രായോഗിക കാര്യമാണിത്. ഒന്ന്, നമ്മൾ കുറച്ച് വെള്ളമെടുക്കാം. പരമാവധി അത് നമ്മൾ കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളമോ അന്തരീക്ഷത്തിൽ നിന്ന് മഴയത്തു നിന്ന് നേരിട്ട് പിടിക്കുന്ന വെള്ളമോ ആവാം, അല്ലെങ്കിൽ സാധാരണ വെള്ളം എടുക്കാം. ആ വെള്ളത്തിന്റെ അകത്തേക്ക് സൂറത്തുൽ അൻആം 41 ദിവസം നമ്മൾ ഓതണം. ഓരോ മുബീനിലും എത്തുമ്പോ നമ്മൾ ഈ വെള്ളത്തിൽ ഷിഫ ഉദ്ദേശിച്ചു ഊതാം. 41 ദിവസം ഇങ്ങനെ ചെയ്യണം, തുടർച്ചയായി തന്നെ ചെയ്യണം. ആ വെള്ളം ആ വീട്ടുകാർ കുടിക്കണം, എല്ലാവരും 41 ദിവസം ഇതിങ്ങനെ ചെയ്യണം. ആ വെള്ളം 2 നേരം കുടിക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഏറെക്കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അഥർ അനുഭവിക്കാൻ കഴിയും. അപ്പൊ മനസ്സിലാക്കാൻ ഇത് പോയിന്ന്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കാം, ഞാൻ പറയാണതേ ആ കസേരയുടെ അടിയിലേക്ക് ഒരു പാമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ നെറ്റിച്ചുളുക്കാതെ കവിള് കോട്ടാതെ ചിരിക്കാതെ പറഞ്ഞ ആ ഭാഗത്ത് ആരും വന്നിരിക്കൂല. ഇനി ഒരാളത് ഇല്ലാന്ന് പറഞ്ഞിരുന്നാൽ തന്നെ ഇവിടുന്ന് എണീറ്റ് പോണ വരെ മൂപ്പരുടെ മനസ്സിലുണ്ടാവും എന്ത്, ഇനി പറഞ്ഞെങ്ങാനും ശരിയാണോ എന്ന്. അപ്പൊ നമ്മുടെ മനസ്സ് ഏറെക്കുറെയൊക്കെ ഒരു 80% സമ്മതിക്കാം. അതൊക്കെ മാറിയിട്ടുണ്ട്, ആ പ്രയാസമൊക്കെ പോയിട്ടുണ്ട്, അങ്ങോട്ട് സമ്മതിക്കാം. അല്ലാതെ പോയല്ലേ ഒരു സംശയം, ആ സംശയം കൊള്ളൂല. പിന്നെ പടച്ചോനെ ഏൽപ്പിക്കാം, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഇനി മാറ്റാതിരിക്കലൊക്കെ നിന്റെ പണി. ഞാൻ ഖുർആൻ വെച്ച് ചികിത്സിച്ചിട്ടുണ്ട്, എന്തായാലും അതിന് ഫലമില്ലാതിരിക്കില്ല, ഉറപ്പായിട്ട് അത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാർഗങ്ങളും അവലംബിക്കാം. പിശാചിൽ നിന്നും അഭയം തേടാൻ ഖുർആൻ തന്നെയാണ് പരിഹാരം. പിശാചിൽ നിന്നും അഭയം തേടാൻ ഖുർആൻ തന്നെ പരിഹാരം. ഒരുപാട് സന്ദർഭങ്ങളിൽ പിശാച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാറുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. സൂറത്തുൽ ഫലഖിന്റെയും സൂറത്തുൽ നാസിന്റെയും സബബുൻ നുസൂലായി മുഫസ്സിരീങ്ങൾ മിക്കവാറും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു. ആ സിഹർ ബാധയിൽ നിന്നും പുണ്യ നബിയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സംഘമായി ഒരുമിച്ചിറക്കിയ 2 അധ്യായമാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. സംഘനാമം ഖുർആനിൽ മറ്റൊരു അധ്യായത്തിനും കാണുന്നില്ല. ഇതിനൊരു സംഘനാമമുണ്ട്. മുഅവ്വിദത്തൈനി എന്നും പറയാം, മുഅവ്വദത്തൈനി എന്നും പറയാം. ഇത് പുണ്യ നബിയുടെ ശരീരത്തിൽ ഏറ്റ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. 2 അധ്യായത്തിലും കൂടി 11 ആയത്തുകളാണ് ഉള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമുണ്ടാക്കിയിട്ട് അതിന് 11 സ്ഥാനങ്ങൾ നിർണയിച്ച് 11 മർമ്മങ്ങൾ നിർണയിച്ച് ആ 11 മർമ്മത്തില് ആണി അടിച്ച് നബിയെ സിഹറിലൂടെ തളർത്തി എന്നുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുണ്ട്. ഈ 11 ആണികളിലും തളച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഹർ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന പിശാചുക്കളെ ഓരോ ആയത്തുകളും നേരിട്ടു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഫലഖ് നാസ് ഓതിയപ്പോഴേക്കും ആ കഠിനമായ സിഹർ ശരീരത്തിൽ നിന്നും ബാത്തിലായി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പോലും സിഹർ ബാധിച്ചു എന്നാണ് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 1 വർഷത്തോളം ഈ സിഹറിന്റെ ബാധ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മുഫസ്സിരീങ്ങളുണ്ട്. അതല്ല 6 മാസമായിരുന്നുവെന്നും അല്ല 40 ദിവസമായിരുന്നുവെന്നും. സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരോട് അകൽച്ച വരും, ഭർത്താക്കന്മാരോട് അകൽച്ച വരും. ഇനി ഏതെങ്കിലും ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പേരിൽ അങ്ങനെ ചെറിയ അകൽച്ചിന്റെ അത് സിഹറാണെന്ന് കണക്കാക്കണ്ട. ഇത് അതിന്റെ ഒരു ലക്ഷണമാണ്. തലയിൽ പേനുണ്ടെങ്കിൽ സ്വാഭാവികമായും തല ചൊറിയും. എന്നാൽ തല ചൊറിയണവർ മുഴുവനും തലയിൽ പേനുള്ളവരാണോ? അല്ല. മൊട്ടത്തലയനാണെങ്കിൽ പോലും പേനില്ലെങ്കിൽ ഒന്ന് ചൊറിയും, പേനുണ്ടായിട്ടല്ല. ഇത് ഇതിന്റെ ഒരു ലക്ഷണമായി ഖുർആൻ പറഞ്ഞു, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽകി സുലൈമാന വമാ കഫറ സുലൈമാൻ വലാകിന്ന الشയാതീന കഫറൂ യുഅല്ലിമൂന الناس السحر വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത വമാറൂത് وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما. കേട്ടോ സിഹർ പഠിച്ചു ചിലര് സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ പിശാചുകളിൽ നിന്നും ഹാറൂത്ത് മാറൂത്തിൽ നിന്നും പഠിച്ചു.
എന്താണ് അവർ പഠിച്ച സിഹർ? ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിലും വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സിഹർ പഠിക്കാൻ ചിലർ രംഗത്ത് വന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഖുർആൻ പറയുന്നു, വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹർ ചെയ്തു എന്ന് വെച്ച് സിഹറിന് സ്വന്തം കഴിവില്ല, ഒരു മനുഷ്യനെയും അത് ബാധിക്കൂല. ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ വേണ്ടുക അതിൽ ഉണ്ടായാൽ മാത്രം സിഹറാണെങ്കിൽ പോലും അത് ബാധിക്കും. സിഹറിന് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കൽ കുഫറിലെത്തിക്കും. സിഹറിന് ഒരു കഴിവൂല, സിഹറിനൊരു കഴിവൂല. പിന്നെ സിഹർ ചെയ്യുന്നവൻ അത് ചെയ്യുമ്പോൾ അത് ഫലിക്കുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു ഇടപെട്ടിട്ടാം. അള്ളാഹു വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്നവനാണ്. ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നിരപരാധികളെ കൊല്ലുന്നുണ്ട്. റൂഹ് പിടിക്കാൻ ഇസ്രായേലിനോട് അള്ളാഹ് പറഞ്ഞിട്ടാണ് ആ പാവപ്പെട്ടവനോട് മരിച്ചു വീണത്. പടച്ചവന്റെ തീരുമാനം അങ്ങനെയാണ്. സിഹർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കത്തി, നല്ല മൂർച്ചയുള്ള ഒരു കത്തി, അത് വെച്ച് ഒരാൾ ഇവിടുന്ന് എറിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒരാളുടെ ശരീരത്തിൽ പതിച്ചാൽ സ്വാഭാവികമാണെന്ത്? മുറിയും, മരണം വരെ സംഭവിക്കും. ആ കത്തി എറിഞ്ഞപ്പോൾ ഇയാളുടെ ഉന്നം കൃത്യമായ ആ സ്ഥാനത്ത് തന്നെ എത്തിച്ചത് അള്ളാഹുവാണ്. അതേ കത്തി കൊണ്ട് തന്നെ അതേ ഉന്നമുള്ള ആള് ഒരിക്കലും എറിഞ്ഞാൽ അത് കൊള്ളാതെയും പോവാം. അതാരുടെ തീരുമാനം തന്നെയാണ്. സിഹർ അത്രയേ ഉള്ളൂ, അത് കൊള്ളാതെ പോകാം. അത് അവൻ ആ കത്തി വന്ന് പതിക്കേണ്ട ആൾക്ക് അള്ളാഹു എന്തോ ഒരു ഭാഗ്യം ഏതെങ്കിലും ഒരു ദുആയിലോ ഏതെങ്കിലും ഒരു ദിക്റിലോ ഏതെങ്കിലും പടച്ചറബിന്റെ പൊരുത്തമുള്ള ഒരു അമലിലോ കൊടുത്തിരുന്നു. അതുകൊണ്ട് അവന്റെ ശരീരത്തിൽ അത് സംഭവിക്കാതെ വഴിമാറിപ്പോയി. അങ്ങനെ വഴിമാറി പോവണം സിഹർ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ദിവസവും നമ്മുടെ അമൽ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ അമൽ കൃത്യമായി ഉണ്ടാവുകയാണെങ്കിൽ, ആ അമലിന്റെ കനം ഒട്ടും കുറയാതെ, അതിന്റെ വീര്യം കുറയാതെ, അതിന്റെ ആത്മാർത്ഥതയിൽ എല്ലാ ദിവസവും അത് ഉണ്ടാവുകയാണെങ്കിൽ, എത്ര വലിയ കറയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ, എത്ര വലിയ സിഹറാണെങ്കിലും തന്നെ ഓട്ടോമാറ്റിക് ആ ബാധയിൽ നിന്നും നമുക്ക് ഒഴിവാവാൻ കഴിയും. നമ്മുടെ അമലുകൾക്ക് അല്ലാഹു ശക്തി തരട്ടെ. നമ്മുടെ അമലുകൾക്ക് അല്ലാഹു ശക്തി തരട്ടെ. നമ്മുടെ അമലിന് ശക്തി കുറയുമ്പോഴാണ് നമ്മൾ തകരാ. അവിടെ ഇബ്ലീസ് കയറാ, അവിടെ പിശാച് കയറാ. അപ്പോഴാണ് അവന് കൂടുതൽ പണിയെടുക്കാൻ പറ്റുക. ചില സ്ഥലത്ത് അവനക്ക് പണിയാൻ പറ്റില്ല, അവൻ തോറ്റുപോകും. തോറ്റുപോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലിന് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹയുമായി കുടുംബ ജീവിതത്തിൽ പ്രവാചകന് ഒരു അകൽച്ച സംഭവിച്ചപ്പോൾ പല അപലക്ഷണങ്ങളും പ്രവാചകന് തോന്നിയിരുന്നു. ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ ബീവി പറയുകയാണ്, സുഹിറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ യഫ്അലുഹു ഹത്താ കാന ദാത യൗമിൻ ദആ വദആ. പ്രിയപ്പെട്ട റസൂലിന് സിഹർ ബാധിച്ചപ്പോൾ ഞാൻ നേർക്കുനേർ അനുഭവിച്ചതാ. അള്ളാഹുവിന്റെ റസൂലിന്റെ സിഹർ ബാധിച്ച സമയത്തുള്ള പ്രവർത്തനങ്ങൾ, അവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വരുമ്പോഴേക്കും തോന്നും അത് ചെയ്യണ്ടാന്ന്. വല്ലാത്ത തളർച്ച, ക്ഷീണം, അവിടുത്തെ സമയബന്ധിതമായ ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. മുഖത്ത് സങ്കടമുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ ഹബീബിന് അതിൽ നിരാശ തോന്നുന്നുണ്ട്. പ്രവാചകനാവട്ടെ ഒരു ദിവസം സഹികെട്ടുകൊണ്ട് നിരന്തരം ഇരുന്ന് ദുആ ചെയ്യാണ്, പടച്ച റബ്ബേ, എനിക്ക് വന്നിരിക്കുന്ന ഈ പ്രയാസം നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രവാചകന്റെ ദുആ ഞാൻ കണ്ടു. സുമ്മഖാല, ഞാനിത് കണ്ടുവെന്നും ഞാൻ ശ്രദ്ധിച്ചുവെന്നും മനസ്സിലാക്കിയ നബി എന്നോട് ചോദിച്ചു അശ്അർതി അന്നല്ലാഹ ഖദ് അഫ്താനി ഫീമാ ഫീഹി ശിഫാഇ. ആയിഷ, ഞാൻ ദുആ ചെയ്യുന്നത് നീ കണ്ടില്ലേ? ഞാൻ ദുആ ചെയ്ത പ്രയാസത്തിൽ, എന്റെ ശാരീരികമായ അസ്വസ്ഥതകളിൽ, എന്റെ ദുരിതങ്ങളിൽ, ദുരന്തങ്ങളിൽ ഒരു പരിഹാരം അല്ലാഹു വെച്ച വിവരം. ഏതൊരു പ്രവർത്തനത്തിലൂടെയാണോ അത് പരിഹരിക്കപ്പെടുന്നത്, ഏതൊരു കാര്യത്തിലൂടെയാണോ എന്റെ ഈ പ്രയാസത്തെ അല്ലാഹു ദൂരീകരിക്കുന്നത്, ആ കാര്യത്തെ അല്ലാഹു നടത്തി തരാമെന്ന് എനിക്ക് റബ്ബ് വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആയിഷ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഹബീബായ പ്രവാചകൻ അല്ലാഹു ആ ദുരിതത്തെ ദൂരീകരിച്ചതായ അവിടുത്തെ അനുഭവത്തെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ പങ്കുവെക്കാണ്. ഐഷ താനി റജുലാനി, ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങുമ്പോ
ഏത് ഉറക്കം? പുണ്യനബിയുടെ ഉറക്കത്തിന്റെ പ്രത്യേകതയുണ്ട്. പുണ്യനബിയുടെ ഉറക്കം എങ്ങനെയാ? കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെ ഖൽബിനുറക്കമില്ല എന്നാൽ തീരയും. അടുത്ത ഉറക്കം അങ്ങനെയാണ്. അതുകൊണ്ട് കൂടുതൽ അനുഭവിക്കാൻ കഴിയും. ഹബീബിന്റെ അടുക്കൽ സ്വപ്നത്തിൽ രണ്ട് മനുഷ്യർ വന്നു. രണ്ടുപേരും മലക്കുകളാണ്. ഒന്നാമത്തെ ആള് സയ്യിദുനാ ജിബ്രീൽ എന്റെ തലഭാഗത്തിരുന്നു. രണ്ടാമത്തെ ആള് സയ്യിദുനാ മീകായിൽ എന്റെ കാൽഭാഗത്തിരുന്നു. എന്നിട്ടോ രണ്ടുപേരിൽ ഒരാൾ മറ്റേ ആളോട് ചോദിച്ചു, ഈ മനുഷ്യന് എന്താ ഇത്ര വേദന, എന്ത് സംഭവിച്ചു? അപ്പോൾ മറ്റേയാള് പറഞ്ഞു, അതായത് മീകായിൽ പറഞ്ഞു, മത്ബൂബുൻ, ഈ മനുഷ്യന് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഖാല, അപ്പൊ ജിബ്രീൽ ചോദിച്ചു, വമൻ തബ്ബഹു, ആരാ മീകായിലെ ഈ മനുഷ്യന് സിഹർ ചെയ്തത്? ആർക്ക്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, ലബീദ് ഇബ്നുൽ അഅ്സം എന്ന് പറയുന്ന ഒരു ജൂതനാണ് ഹബീബിന് സിഹർ ചെയ്തത്. ഫീമാദാ, സിഹർ ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിച്ചു? മീകായിലിന്റെ മറുപടി, ഫീ മുസ്തിൻ വമുസാഖത്തിൻ വജുഫി തൽഅത്തിൻ ദക്രിൻ. ചീപ്പിന്റെ പല്ല്, നമ്മളെ തലയിരുന്ന സാധനത്തിന്റെ പേര് ചീർപ്പ് അല്ലെ. പിന്നെയോ മുസാഖത്തിൻ, ചീകുമ്പോൾ താഴെ വീഴുന്ന മുടി. നിബിതങ്ങൾ ചീകിയപ്പോൾ താഴെ വീണ മുടി അവിടുത്തെ ഖാദിമായിരുന്ന ഒരു ജൂതബാലൻ അത് കളക്ട് ചെയ്ത് ഈ കൊണ്ടുപോയി ആർക്ക് കൊടുത്തു? ഈ ലബീദ് ഇബ്നുൽ അഅ്സം എന്ന സാഹിറിന് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പറഞ്ഞു, ആണ് ഈത്തപ്പനയുടെ കൂമ്പാള, അതിന്റെ പാള, എന്താ പറയാ, പാള, ആ സാധനം, അതിന്റെ അകത്താണ് ചെയ്തത്. നബിയുടെ രൂപമുണ്ടാക്കി, സല്ലല്ലാഹു അലൈഹി വസല്ലം മെഴുകിൽ രൂപമുണ്ടാക്കി. അമ്പിന്റെ നാട കൊണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, അമ്പിന്റെ നാട കൊണ്ട് ഈ 11 ആണി അടിച്ച ആ രൂപത്തിൽ ഈ നാട കൊണ്ട് വരിഞ്ഞാട് കെട്ടി. ഓരോ ആയത്ത് ചൊല്ലുമ്പോഴും ഈ ഓരോ ആണിയും അവിടെ നിന്ന് പറഞ്ഞ് ആ നാട തെറിച്ചു പോരലായിരുന്നു. ജിബ്രീൽ മീകായിലിനോട് ചോദിച്ചു, അല്ല, നബിയെ ബോധ്യപ്പെടുത്തലാണ്, തലഭാഗത്തും കാൽഭാഗത്തും ഈ 2 മലക്കുകൾ വന്നിരുന്ന ഈ ചർച്ച. ചോദിച്ചു, എവിടെ ഇത് കൊണ്ടുപോയി വെച്ചത്? അപ്പൊ പറഞ്ഞു, ദർവാൻ ഗോത്രക്കാരുടെ കിണറിന്റെ അടിയിൽ, പാറയുടെ അടിയിലെ വെച്ചിരിക്കുന്നത് നബിയെ കുറിച്ച്, നബിക്ക് വേണ്ടി ചെയ്ത ഈ സിഹർ. അപ്പോഴോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ നിന്നും ഉറക്കിൽ നിന്നും ചാടി എഴുന്നേറ്റു. അത് ബാത്തിലാക്കാൻ വേണ്ടി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ആ കിണറിന്റെ അടിയിൽ നിന്നും, ആ പാറയുടെ അടിയിൽ നിന്നും ഈ രൂപത്തെ പുറത്തെടുക്കുകയും അത് അങ്ങനെ തന്നെയാണെന്ന് പരിശോധിച്ച അവിടെ വെച്ച് തന്നെ അത് മറവ് ചെയ്യുകയും ചെയ്തു. മണ്ണിട്ട് മൂടി ആ കിണറ് നികത്തിക്കളഞ്ഞു. എന്നിട്ടും ഹബീബായ പ്രവാചകൻ അത് മൂടിക്കളഞ്ഞതിന്റെ പേരിലല്ല സിഹർ ബാത്തിലായത്. ഫലഖുൻ നാസും ഓതിയതിന്റെ പേരിലാണ് ബാത്തിലായത്. പിന്നെയോ ഹബീബ് പറയുന്നു, അതെങ്ങാനും പുറത്തെടുത്തിരുന്നുവെങ്കിൽ അത് പുറത്തേക്ക് അങ്ങ് കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഫലഖും നാസും ഓതി ഇത് ബാത്തിലാക്കാതെ അതെങ്ങാനും പുറത്ത് വന്നിരുന്നുവെങ്കിൽ എല്ലാരെയും ഇത് ബാധിക്കുമായിരുന്നു. പിന്നെയോ ഇത് സ്ഥാപിച്ചിരുന്ന കിണർ ഉൾക്കൊള്ളുന്ന പറമ്പിൽ മറ്റുള്ള ഈത്തപ്പന മരത്തിന്റെ രൂപം തന്നെ പ്രവാചകൻ പറയുന്നത് കാണാം. ശൈത്താൻ ഈമ്പിയ മാതിരി അതിന്റെ കൂമ്പുകളൊക്കെ കരിഞ്ഞു പോയിരിക്കുന്ന ഈത്തപ്പനകളായി ആ പറമ്പിലെ മുഴുവൻ ഈത്തപ്പനയും. അത്ര കടുപ്പമുള്ള സിഹറാണ് മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി ചെയ്തത്. അള്ളാഹു മഅസൂമാക്കിയതിന്റെ പേരിൽ സിഹർ ബാധിച്ചില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശൈത്താനും ശൈത്താന്റെ ലോകവും ജിന്നുകളെ കുറിച്ചുള്ള